ബേബി ചെമ്മണ്ണൂർ വളരെ തന്ത്രശാലിയായ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ സജഷനും ആരെയും അത്ഭുതപ്പെടുത്താറുണ്ട്. ബേബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള ചെമ്മണ്ണൂർ ജ്വല്ലറി ഉദ്ഘാടനം കഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തൊരു പെൺകുട്ടി. നമുക്കെല്ലാവർക്കും അറിയാം, കുംഭമേളയിൽ മാല വിറ്റ് നടന്ന് കുടുംബത്തോടു കൂടെ മാല വിറ്റ് നടന്നൊരു പെൺകുട്ടിയാണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്തതുപോലെയുള്ള തിളങ്ങുന്ന കണ്ണുകളും അല്പ നിഷ്കളങ്കമായ പുഞ്ചിരിയും സോഷ്യൽ മീഡിയയുടെ അളവറ്റ ഔദാര്യം കൊണ്ട് ലോക പ്രശസ്തിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഇരുന്നു കൊണ്ടെടുത്ത 2 വീഡിയോ കണ്ടപ്പോൾ വളരെ സഹതാപവും പ്രയാസവും തോന്നി. ഇത്രയും ലോക പ്രശസ്തിയിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തലവര മാറി ലോകമറിയുന്നൊരു പെൺകുട്ടിയായ പെൺകുട്ടിയുടെ വീട് കണ്ടപ്പോൾ ഒരു സൈഡെല്ലാം തന്നെ ചാക്ക് കൊണ്ട് മറച്ച് ചെറിയൊരു ചെറ്റപ്പര പോലെ, ഒരു കൂര പോലെ ഒരു വീടിൻ്റെ മുറ്റത്തിരുന്ന് സാധാരണ പെൺകുട്ടികളെ പോലെ, നമ്മുടെ വീട്ടിലെ സഹോദരിമാരെ പോലെ പാത്രം കഴുകുന്ന ഒരു വീഡിയോ. ആ കുട്ടിയെയാണ് ബേബി ചെമ്മണ്ണൂർ, കോഴിക്കോടുള്ള ബേബി ചെമ്മണ്ണൂർ ജ്വല്ലറി ഉദ്ഘാടനത്തിൽ കൊണ്ടുവരുന്നത്. സാധാരണ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചോളം ഞാൻ കണ്ടിടത്തോളം അത്യാവശ്യം സൗന്ദര്യവും പ്രശസ്തിയുമുള്ള, ജനങ്ങളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സിനിമ സ്റ്റാറുകളായ പെൺകുട്ടികളാണ് ഉദ്ഘാടനങ്ങൾ കൊണ്ടുവരാറ്. എന്നാൽ ബേബി ചെമ്മണ്ണൂർ ഈ എടുത്ത തീരുമാനം വളരെ ഉചിതമായ തീരുമാനമാണ്. വളരെ ദരിദ്രരായ കുടുംബത്തിൽ ഇതുപോലെ കാണാൻ ഭംഗിയും കഴിവും ജനങ്ങൾക്ക് വ്യത്യസ്തമായ ചിന്തകളും ജനിപ്പിക്കുന്ന രീതിയിലുള്ള പെൺകുട്ടികളെ രംഗത്തേക്ക് കൊണ്ടുവന്ന് ഇതുപോലുള്ള മേഖലകളിൽ അവരെ ഉദ്ഘാടനം കഴിപ്പിക്കുക, അംബാസഡറാക്കുകയൊക്കെ ചെയ്താൽ അത് ആ പാവപ്പെട്ട കുടുംബത്തിന് ഒരു അത്താണിയാവും. ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ രാജ്യങ്ങളിലുമുണ്ട്. ഏതായാലും തലവര എന്ന് പറയുന്നത് ഏത് സെക്കൻഡിലാണ് എവിടെ വെച്ചാണ് മാറുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. നല്ല കാലം എല്ലാവരിലും ഒരു തവണ എത്താതിരിക്കില്ല. അതുപോലൊരു അത്ഭുതമാണ് നമ്മുടെ ഈ പെൺകുട്ടി മൊണാലിസയിൽ സംഭവിച്ചു പോയത്. കാരണം അച്ഛനമ്മമാരുടെ കൂടെ ഈ കുംഭമേളയിൽ എത്തുകയും മാല വിറ്റ് തുടങ്ങിയപ്പോൾ ആ കുട്ടിയുടെ കണ്ണിനെയും അവരുടെ പുഞ്ചിരിയെയും ആകർഷിച്ച് ആരൊക്കെ ഒരു വീഡിയോ എടുത്തു. പിന്നീട് മൊത്തം വീഡിയോ ആയി. പിന്നെ ആ കുട്ടിക്ക് മാല വിൽക്കാൻ പോയിട്ട് അവരുടെ അച്ഛനമ്മമാർക്ക് പോലും മാല വിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അവസാനം പെൺകുട്ടി ഒരു മൂലയിലിരുന്ന് കരഞ്ഞു പറഞ്ഞു, എന്നെ ഒന്ന് ഒഴിവാക്കൂ. അവസാനം മാതാപിതാക്കൾക്ക് രക്ഷയില്ലാതെ ആ കുട്ടിയെ സ്വന്തം രാജ്യത്ത് കയറ്റിവിടുകയാണ് ഉണ്ടായത്. ആ കുട്ടിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് എത്തുന്നത്. ഏതായാലും ഇത്തരം ദരിദ്രരായ പാവപ്പെട്ട പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അവരെ ഇത്തരം മേഖലകളിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രദർശിപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ അറിയുന്നവരാക്കി അവരുടെ കുടുംബത്തിനും അവരുടെ വീടുകൾക്കും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ചിന്തകളും വിചിന്തനങ്ങളുമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് ദൈവഭാഗത്തുള്ള അനുഗ്രഹം എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ അത് വലിയൊരു സഹായവുമാവും എന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇന്ന് ബേബി ചെമ്മണ്ണൂർ ഒരു കാൽവെപ്പായിട്ടാണ് മൊണാലിസയെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്.